ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കാരണം, ഞാൻ ഓരോ ദിവസം കഴിയും തോറും ഫലസ്തീനിലെ ഓരോ വാർത്തകളും ഓരോ ദിവസം കഴിയും തോറും ഞാൻ കേൾക്കുമ്പോൾ ഞാൻ മാധ്യമങ്ങളിലൂടെയെല്ലാം കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം തന്നെ അവിടുത്തെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഞാൻ അറിയുമ്പോൾ നമുക്ക് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപാട് പൊന്നുമക്കൾ, പിഞ്ചുമക്കൾ, പ്രായവ്യത്യാസമില്ലാതെ അവർ വെടിവെച്ച് കൊല്ലുകയാണ്. പല മക്കളും, ചെറിയ പൊന്നുമക്കൾ വരെ ആ ഭൂമിയിൽ പിടഞ്ഞ് മരിക്കുന്ന ഒരു കാഴ്ചകളാണ് നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത്. വളരെയേറെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ. നമുക്കറിയാം, ഇസ്രായേൽ സൈന്യം വളരെയേറെ ക്രൂരമായിട്ടാണ് ഇവരെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് പലരുടെയും ചിന്ത. ഒരു നാൾ തീർച്ചയായും അവിടുത്തെ നമ്മുടെ മക്കൾക്ക് തീർച്ചയായും ഉറപ്പായും വിജയമുണ്ടാകുന്ന ഒരു ദിവസം വരാനുണ്ട്. അതോടൊപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്. മുകളിൽ പടച്ച റബ്ബുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കാണുന്നുണ്ട്. ഉറപ്പായും ഒരു നാൾ നമ്മുടെ മക്കൾക്ക് അവിടെ വിജയമുണ്ടാകാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, നാം എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത്. നാം ഓരോ വക്ത് നിസ്കാരം കഴിയുമ്പോഴും ദുആ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുക. അവർ ഇപ്പോൾ അവിടെ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ വളരെയേറെ വിഷമിച്ചുകൊണ്ടുള്ള, ഏത് സമയത്തും അക്രമം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിക്കൊണ്ട്, ഉള്ളിൽ തട്ടിക്കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. മാത്രമല്ല അതോടൊപ്പം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന വാക്യം നമുക്ക് കഴിയുന്നത്ര ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന വാക്യം പരമാവധി അധികരിപ്പിക്കുക. എത്ര ചൊല്ലാൻ കഴിയുമോ അത്രയും നാം അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നത്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നത് പരമാവധി അധികരിപ്പിക്കുക. നമ്മുടെ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് പരമാവധി ഇതെല്ലാം അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ വക്തിന് ശേഷവും ഞാൻ ദുആ ചെയ്യുമ്പോൾ ഞാൻ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി, പൊന്നുമക്കൾക്ക് വേണ്ടി, അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പരമാവധി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായും ഒരു നാൾ അവർക്ക് വിജയം നൽകും. ആ വിജയം പെട്ടെന്ന് തന്നെ ഉണ്ടാകുവാൻ വേണ്ടി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സംരക്ഷണം പടച്ച റബ്ബ് ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയം നൽകട്ടെ. നമ്മുടെ എല്ലാവരെയും പടച്ച റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദുആ പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്ന ഒരു മാസത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടുത്തെ ഓരോ വാർത്തകൾ ദിവസം തോറും കേൾക്കുമ്പോൾ നമുക്ക് വളരെയേറെ വിഷമമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവിടുത്തെ പൊന്നുമക്കളുടെയൊക്കെ സ്ഥിതി വളരെയേറെ ഗുരുതരമായിട്ടുള്ള അവസ്ഥകളാണ്. ഏത് സമയവും അവർ അക്രമം പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വളരെയേറെ വിഷമത്തിലൂടെയുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിൽ വിഷമം തട്ടാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഇരുന്നൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിയും പോലെ പരമാവധി ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും എല്ലാവരെയും നാളെ മുത്ത് നബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അവർക്കും ഫലസ്തീൻ മക്കൾക്കും എല്ലാവർക്കും നാളെ മുത്ത് നബിയോടൊപ്പം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ.
സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നരകത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും ഹറാമാക്കട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹായ മക്കളാക്കി വളർത്തി അവരെ നാളെ നമുക്കെല്ലാം ഉപകരിക്കുന്ന നമുക്ക് എതിര് നിൽക്കാത്ത മക്കളായിക്കൊണ്ട് പടച്ച റബ്ബ് അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം നല്ല രീതിയിൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചു കൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരിൽ നമ്മളെ എല്ലാവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.